ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ജംഷി ഓണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി റെസിപ്പിയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ഫിഷ് കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ ടേസ്റ്റിയുമാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസുകൾ മാത്രം മതി നമുക്ക് ഈ ഒരു കറി റെഡിയാക്കിയെടുക്കാൻ. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് നെയ്ച്ചോറ്, ചപ്പാത്തി, പൊറാട്ട അതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒരു കറിയും നോക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ മതിയാകും. എന്നാൽ ശരി, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ എൻ്റെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോകൾക്ക് നേരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് പോകാം. നോർത്ത് ഇന്ത്യൻ ഫിഷ് കറി റെഡിയാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 500 ഗ്രാം പേതലാണ്. നമുക്ക് ഏത് ഫിഷ് വെച്ചിട്ടും ഈ ഒരു കറി റെഡിയാക്കാവുന്നതാണ്. ഫിഷ് ഏതായാലും ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട്, എന്നിട്ട് നമുക്ക് ഈ എണ്ണയിലിട്ട് ചെറുതായ രീതിയിലൊന്ന് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കൂടുതലായിട്ടൊന്നും വേണ്ട. 1-2 മിനിറ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തൊന്ന് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കറിക്കുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഏത് ഫിഷാണെങ്കിലും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളമാണ് ഇത് ഫ്രൈ ആയിട്ടുള്ളതെന്ന്. അപ്പോൾ കൂടുതലായിട്ടൊന്നും നമുക്ക് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി. നമുക്കൊരു പാനൊന്ന് ചൂടാക്കി എടുക്കണം. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായ സമയത്ത് ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം നല്ല പോലെ വറവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ച സ്മെല്ല് മാറുകയും വേണം. അതുപോലെ ഇതിനൊരു ബ്രൗൺ കളറും കൂടെ വരണം. അതുവരെ നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ മസാല ഇപ്പോൾ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സൈസ് സവാളയാണ് എടുത്തത്. അപ്പോൾ ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 3 സവാളയൊക്കെ എടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ ചെറുതായിട്ടാണിത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ വെളുത്തുള്ളി മസാലയും അതുപോലെ ഈ സവാളയും നല്ല പോലെ ഒന്ന് മിക്സ് ആകുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഒരു 3 മിനിറ്റോളം ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മുടെ മസാല നല്ല പോലെ ആയിട്ടുണ്ട്. സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 പച്ചമുളകാണ്. 3 പച്ചമുളക് ചെറുതായി ഒന്ന് നടുകെ കീറിയതിന് ശേഷം ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ മുളക് പൊടിയൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. മസാല എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന പോലെ ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മിക്സിയുടെ ജാറിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 വലിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചെറുതാണെങ്കിൽ നമുക്ക് 4 തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അല്പം കറിവേപ്പിലയും ചേർത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ മസാലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നില്ല. കാരണം പച്ചമുളകും കൂടെ ഈ അരപ്പിൻ്റെ കൂടെ കിടന്ന് അരയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കറിക്ക്
നല്ല എരിവായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഞാൻ ഈ മസാലയൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ മസാല ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആ ജാറിലേക്ക് അല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് കറി ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കി, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ തിള വരുന്നുണ്ട്, ഈ സമയത്താണ് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാം എന്തായി നമ്മുടെ കറിയെന്ന്. കറി നല്ല പോലെ തിളക്കുന്നുണ്ട്. ഇതുപോലെ ആയാൽ പോരാ, നമുക്ക് ഇതിലെ വെള്ളമൊക്കെ നന്നായി ഒന്ന് വറ്റുകയും അതുപോലെ ഈ കറിയുടെ കളറൊന്ന് ചേഞ്ച് ആവുകയും വേണം. എണ്ണ മുകളിലാവുന്ന വിധത്തിലാണ് നമുക്ക് കറി കിട്ടേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഇത് അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നല്ല പോലെ തിക്കായി എണ്ണ മുകളിലായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ ഈ കറി എത്ര ടേസ്റ്റായിട്ടുള്ള കറിയാണെന്ന്. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്, തിക്കായിട്ട് വേണം കിട്ടാൻ. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്, നമ്മുടെ കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ലൂസായി പോവുകയും വേണ്ട, എന്നാൽ നല്ല തിക്കായിട്ടും ആവശ്യമില്ല. അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല പോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം വേണം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഫിഷ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഫിഷ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ടാകും. ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായൊരു നോർത്ത് ഇന്ത്യൻ ഫിഷ് കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇനി ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ.